ഹോല അമിഗോസ്, ഇന്നൊരു സ്പെഷ്യൽ പ്ലേസിലേക്കുള്ള യാത്രയാണ്. വായോ, എത്ര പോയാലും മടുക്കാത്ത ഒരു സ്ഥലമായ വാഗമണിലേക്ക്. രാവിലെ തന്നെ റാന്നിന്ന് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഉഷാറോടെ അങ്ങ് തുടങ്ങി. എത്ര വട്ടം വന്നാലും ഒരു രീതിയിലും മടുപ്പ് തോന്നാത്തൊരു സ്ഥലമാണ് വാഗമൺ. എനിക്ക് എൻ്റെ ഡിഗ്രി ആൻഡ് PG ലൈഫ് ഫുള്ള് വാഗമണിൽ തന്നെയായിരുന്നു. ഇന്നത്തെ എന്നെ മോൾഡ് ചെയ്തെടുക്കാൻ ഒത്തിരിയും സഹായിച്ച സ്ഥലം. നാട്ടിൽ വരുമ്പോൾ മസ്റ്റ് പ്ലേസ് ടു വിസിറ്റ് ആയി മാറിയ എൻ്റെ സെക്കൻഡ് ഹോം. ഇന്ന് ഞങ്ങളുടെ കൂടെ ഈ യാത്രയിൽ എൻ്റെ അളിയനുമുണ്ട്, ചിന്നൂസിൻ്റെ ബ്രദർ. വാഗമണിൽ നല്ലൊരു ചൂട് കാലാവസ്ഥയുള്ള ടൈമിലാണ് ഈ ഒരു യാത്ര. അതുകൊണ്ട് തന്നെ ഇവരെ പറ്റിച്ച് ആദ്യമായിട്ട് ഈ ചൂടത്ത് കുരിശുമല കയറ്റാനാണ് ഞാൻ കൊണ്ടുപോയത്. രണ്ടാളും തുടങ്ങിയിട്ടുണ്ട്. അയ്യോ അയ്യോ, ഈ ഒരു മല കയറി ഇറങ്ങാനായിട്ടുള്ള ബുദ്ധിമുട്ട് കയറിയിട്ടുള്ളവർക്കറിയാം. എസ്പെഷ്യലി റെഗുലർലി ബോഡി മൂവ്മെന്റ് ഇല്ലാത്ത ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു. ഹൗ വാസ് ദി എക്സ്പീരിയൻസ്? അങ്ങനെ കയറി ഇറങ്ങിയ ചൂടൊന്ന് തണുപ്പിക്കാൻ വേണ്ടി അവിടുന്ന് നേരെ പൈൻ വാലിയിലേക്കാണ് പോയത്. ഒരു ഇടദിവസം ആയതുകൊണ്ട് തന്നെ ആൾക്കാർ കുറവായിരിക്കും എന്നാണ് കരുതിയത്. പക്ഷെ നമ്മുടെ ആൾക്കാരെക്കാട്ടിലും കൂടുതൽ നെയ്ബർ സ്റ്റേറ്റ്സിലുള്ള ആൾക്കാരായിരുന്നു. കുരിശുമല കയറി ഇറങ്ങിയ ക്ഷീണമൊക്കെ തീർത്ത് ഫോട്ടോസൊക്കെ എടുത്ത് അവിടുന്ന് പയ്യെ ഇറങ്ങി. വാഗമൺ വരെ എത്തിയിട്ട് ഒരു ഡേ സ്റ്റേ ചെയ്യാണ്ട് പോയാൽ എങ്ങനെയെന്ന് വെച്ചിട്ട് നമ്മുടെ ഇർഷാവിനെ വിളിച്ചപ്പോൾ അവനൊരു കിടിലൻ പ്രോപ്പർട്ടി സെറ്റ് ചെയ്തതാണ്. വാഗമണിൽ സ്റ്റേ ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർ അവനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റിൽ സ്റ്റേ ഒക്കെ എടുത്തു തരും. അവൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വേണ്ടവർ കോൺടാക്ട് ചെയ്യാം. ഒരു കാം ആൻഡ് ക്വയറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു. ഫാമിലി ഫ്രണ്ട്ലി ആണ് ഇത്. വാഗമണിൻ്റെ തിരക്കിൽ നിന്നൊക്കെ മാറി ഉപ്പുതറയിലാണ് ഈ ലൊക്കേഷൻ വരുന്നത്. ഈ പ്രോപ്പർട്ടിയുടെ ഒരു നൈസ് ഇൻഫിനിറ്റി പൂൾ ഉണ്ട്. വന്നപ്പോൾ തന്നെ ഞങ്ങൾ ചാടി ഇറങ്ങി. അതിൽ നൈറ്റ് ആയപ്പോൾ ചെറിയ തണുപ്പൊക്കെ ആയി തുടങ്ങി. ബട്ട് ചൂട് സമയം ആയതുകൊണ്ട് തന്നെ കോട ഒന്നും ആസ്വദിക്കാൻ പറ്റിയില്ല. കൊണ്ടുപണിയായിട്ടുണ്ട്. നൈറ്റ് കുറെ നേരം അവിടെ നടന്ന് എക്സ്പ്ലോർ ഒക്കെ ചെയ്ത് പയ്യെ കിടന്നു. ഏർലി മോർണിംഗ് തന്നെ ഞാൻ എഴുന്നേറ്റ് ആ ഒരു സീനിക് ബ്യൂട്ടി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു മോർണിംഗ് ലൈറ്റിങ്ങിൽ ദൂരെയുള്ള മൗണ്ടൻസ് ലെയർ ബൈ ലെയർ നിൽക്കുന്ന കാണാൻ ഒരു പ്രത്യേക തരം ഭംഗിയാണ്. രാവിലെയുള്ള ഈ കിളികളുടെ സൗണ്ടും കണ്ണിന് കുളിർന്നു വരുന്ന ഈ ഒരു പച്ചപ്പും ഒക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സുഖം തന്നെയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് സ്റ്റേ ചെയ്യുന്ന പ്രോപ്പർട്ടിയിൽ നിന്ന് ഞങ്ങൾ പയ്യെ ഇറങ്ങി ഒരു സ്പെഷ്യൽ പ്ലേസിലേക്ക് പോവാം. പോകുന്ന വഴി ഒരു കിട്ടില്ല സ്പോട്ട് കണ്ട് വണ്ടി നൈസായിട്ട് ഒതുക്കി. മെൻ ആൻഡ് ദെയർ മെഷീൻസ്. ഒരു കിട്ടില്ല സ്പോട്ട് കിട്ടിയ ആ വണ്ടി ഇറക്കി ഒരു ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നമ്മുടെ യാത്രയുടെ മെയിൻ ഡെസ്റ്റിനേഷൻ എത്തി. DC സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി. ഞാൻ 5 years പഠിച്ച കോളേജാണ്. ഒരു പ്രത്യേക ഫീല് തന്നെയാണ് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ. ഇതാ കണ്ടില്ലേ, KSRTCയിൽ കയറാൻ പോകുന്ന പിള്ളേര്, അവരെ യാത്രയാക്കാൻ വേണ്ടി ഗേറ്റിന്റെ അവിടെ നിൽക്കുന്ന കൂട്ടുകാര്. ഒരു നൊസ്റ്റു കാഴ്ച തന്നെയാണിത്. ഗേറ്റൊക്കെ കടന്ന് ആ ഒരു പഴയ ഓർമ്മകളിലേക്കൊരു യാത്ര തുടങ്ങി. ലൂമിനൻസിന്റെ വാൾ പെയിന്റിങ്സ്, ഗ്രാഫിറ്റി വർക്ക്സ്, അങ്ങനെ ഓരോ സ്ഥലത്തിനും ഓരോ കഥകളുണ്ട് ഓർക്കാൻ. ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഒരുപക്ഷെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു കൂടിയുള്ള ഇരിപ്പും പരസ്പരമുള്ള താറ്റലുകളും ഓരോ കുരുത്തക്കെടുപ്പിക്കലും ഒക്കെ ഒരു മായാലോകത്തെത്തിയ പോലായി പെട്ടെന്ന്. ഞാൻ അവിടെ ഇരുന്ന് ഓരോ മൊമെന്റും എൻജോയ് ചെയ്തപ്പോൾ ഞങ്ങൾ ഒത്തിരി വീഡിയോസ് എടുക്കാൻ മറന്നുപോയി. നമ്മുടെ സ്വന്തം തലൈവർ ബൈജു സാറിനെ, രഞ്ജിത മിസ്സിനെ,
മറ്റ് ഫാക്കൽറ്റീസിനെയും ഒക്കെ കണ്ടു. കുറച്ചു നേരം കോളേജ് ആകെ ഒന്ന് കറങ്ങി ഒരിക്കലും തീരാത്ത ഈ ഓർമ്മകളിൽ ലയിച്ച് ഇനിയും തിരിച്ചു വരുമെന്ന് പറഞ്ഞ് ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു.